ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ നാമത്തിലുള്ളതായ ഈ ഇൻ്റർവ്യൂ സീരീസിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ജീവിതം, ദർശനം ഇതിനൊക്കെ ആസ്പദമാക്കി തിരുമേനിയോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരെയും തിരുമേനിയെ ഓർക്കുന്നവരെയും തിരുമേനിയുടെ സ്റ്റുഡൻസ് ആയിരിക്കുന്നവരെയും എല്ലാം ഈ ഇൻ്റർവ്യൂ സീരീസിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ ഇതിൻ്റെ ഒരു ഭാഗമായി തീരുന്നതിൽ വളരെയധികം സന്തോഷം വ്യക്തിപരമായി എനിക്കുമുണ്ട്. അച്ഛൻ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായി എപ്പോഴാണ് അച്ഛൻ ഗ്രിഗോറിയസ് തിരുമേനിയെ പരിചയപ്പെടുന്നതും കാണുന്നതും? ആ ഒരു അനുഭവം നമ്മളെല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത ആകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വൈദികനായിരുന്നു. അതിനു മുമ്പ് ഒരു നല്ല ആദർശമുള്ള അമ്മ പരിശീലിപ്പിച്ചെടുത്ത ഒരു ഉത്തമ പുത്രനായ അൽമായനായിരുന്നു. 1957 മുതൽ 1966 വരെ എൻ്റെ പിതാവ് VJ ഗബ്രിയേൽ അച്ഛൻ കോട്ടയം ചെറിയപള്ളിയുടെ വികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ കാലങ്ങളിൽ ഞാനും അദ്ദേഹത്തോടു കൂടെ പോയി താമസിക്കുമായിരുന്നു. കോട്ടയം ചെറിയപള്ളിയുടെ ഒരു പ്രധാന ചാപ്പലാണ് പുത്തനങ്ങാടി കുരിശുപള്ളി. ആ കുരിശുപള്ളിയോട് കേന്ദ്രീകരിച്ച് സഭയുടെ സെക്രട്ടറി ആയിരുന്ന PC എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ PC കുര്യൻ, അദ്ദേഹത്തോടൊപ്പം ചുരുക്കം ചിലർ ചേർന്ന് സഭാ സമാധാനത്തിനു വേണ്ടി 40കളുടെ അവസാനത്തിലും 50കളുടെ ആരംഭത്തിലും ഒരു സംഘടനയുണ്ടാക്കി. ആ സംഘടനയിൽ പോൾ വർഗീസ് അംഗമായിരുന്നു. കോട്ടയം പുത്തനങ്ങാടി കുരിശുപള്ളിയിൽ അദ്ദേഹം വന്ന് സഭാ സമാധാനത്തിനു വേണ്ടി ഈ സംഘടനയുടെ പേരിൽ ഒരു പ്രാർത്ഥനാ സംഗമം നടത്തി. അതിൽ ഒരു ജുബായൊക്കെ ധരിച്ച് പാൻസിട്ട കരിങ്ങാശ്ശേരിക്കാരനായിരുന്ന പോൾ വർഗീസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് പോൾ വർഗീസിനെ ആദ്യമായി ഞാൻ അറിയുന്നതും അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നതും. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യക്ക് വെളിയിൽ പോയി പഠനങ്ങളൊക്കെ നടത്തി. അദ്ദേഹം ഒരു തിയോളജിയനായി, ഒരു ഫിലോസഫറായി. അദ്ദേഹം തിരികെ വരുമ്പോൾ അദ്ദേഹം പൗരസ്ത്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തിയാണോ എന്ന് പലർക്കും സംശയമുണ്ടായി. അന്നത്തെ കാതോലിക്ക ബാവായിരുന്ന ഗീവർഗീസ് ദ്വിതീയൻ അദ്ദേഹത്തെ വിളിച്ച് തന്നോടുകൂടെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കേട്ട് ഗ്രഹിച്ച് അദ്ദേഹം സത്യവിശ്വാസത്തിൽ നിന്ന്, പൗരസ്ത്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്നും, എന്നാൽ സാധാരണക്കാരിൽ അധികമായ അറിവും ജ്ഞാനവും അദ്ദേഹത്തിനുണ്ട് എന്നും ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ സഹോദരി സഭയാകുന്ന എത്യോപ്യൻ ചർച്ചിൽ ചക്രവർത്തിയുടെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിന് എത്യോപ്യയിലേക്ക് ക്ഷണനം കിട്ടി. ഗീവർഗീസ് ദ്വിതീയൻ ബാവ നമ്മുടെ സഭയാണ്, അവിടെ പോയി സെർവ് ചെയ്യണം എന്ന് ഗീവർഗീസ് ദ്വിതീയൻ ബാവ ആശീർവദിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എത്യോപ്യയിൽ പോയി
എത്യോപ്യൻ ഭാഷയ്ക്ക് ആദ്യ വ്യാകരണ പുസ്തകം എഴുതിയിട്ടുള്ളത് പോൾ വർഗീസാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കണ്ടും അറിഞ്ഞും ചക്രവർത്തി അദ്ദേഹത്തെ തൻ്റെ ഉപദേശ സമിതിയിലേക്ക് എടുത്തു. അങ്ങനെ സ്തുത്യർഹമായിരിക്കുന്ന സേവനമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം മാതൃദേശത്ത് തിരിച്ചു വന്നു. ഗീവർഗീസ് ദിദിയൻ ബാവ അദ്ദേഹത്തെ അറിഞ്ഞ് അദ്ദേഹത്തെ പുരോഹിതനാക്കി. ആ പുരോഹിതനാക്കിയതിന് ശേഷമാണ് ഗീവർഗീസ് ദിദിയൻ ബാവയെ അഥവാ പോൾ വർഗീസിനെ ഞാൻ മുഖാമുഖം കാണുന്നത്. 2 പ്രാവശ്യം അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ക്ഷണനമുണ്ടായി, വിളിയുണ്ടായി. 1968 എൻ്റെ വൈദിക പഠനത്തിന് ഞാൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ ചേരുമ്പോൾ പോൾ വർഗീസ് അച്ഛൻ ആ സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്. ആ സെമിനാരിക്ക് ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ ബന്ധം, കൂടുതൽ അഭ്യസനങ്ങൾ നേടുവാനുള്ള സാഹചര്യം, ആവശ്യമായിരിക്കുന്ന കെട്ടിടങ്ങൾ 4 നിലകളിൽ അദ്ദേഹം പണിയിച്ചു, ലൈബ്രറി ഉണ്ടാക്കി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പ്രയത്നങ്ങളുടെ ഫലമായി ഇന്നത്തെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി നമുക്ക് ലഭ്യമായി. 1966 അദ്ദേഹം അവിടെ പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്യുന്നത്. 1968 ഞാൻ അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത്. 1969 ഞാൻ സെക്കൻഡ് ഇയറിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം ഒരു ദിവസം അദ്ദേഹം എന്നെ മുറിയിലേക്ക് വിളിച്ചു. എന്തിനു വിളിച്ചു എന്നെനിക്കറിയില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒന്നും അറിഞ്ഞിരുന്നുമില്ല. അദ്ദേഹം മുറിയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം സെറാംപൂരിൽ ഡോക്ടറേറ്റിന് തിസീസ് എഴുതാൻ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. അദ്ദേഹം വിളിച്ച പ്രകാരം ഞാൻ കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോൽ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരുന്ന എന്നെ എന്തിനെന്നറിയാതെ, എന്തുകൊണ്ടെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹം യാത്ര തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുറികളിൽ സ്യൂട്ട് കേസുകളുണ്ട്, ബ്രീഫ് കേസുകളുണ്ട്. ഇതൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. വിലപിടിപ്പുള്ള ബുക്കുകൾ ഇരിക്കുന്ന ലൈബ്രറി ബുക്സ് ഇരിക്കുന്ന അലമാരകളുണ്ട്. അതൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ആകപ്പാടെ പേടിയായി, ഭയമായി. ഇതെങ്ങനെ സംരക്ഷിക്കും? അദ്ദേഹം താക്കോല് കയ്യിൽ തരികയും ചെയ്തു. ഏതായിരുന്നാലും ദൈവവിളി എന്ന് ഞാൻ അതിനെ ഗൗനിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ ശുശ്രൂഷിക്കുന്നവരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യും. ഞാൻ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യും. കാരണം എല്ലാം ലോക്കില്ലാതെ ഓപ്പണായി കിടക്കുന്നു. ഇത് പോൾ വർഗീസ് എന്തിനെന്നെ വിളിച്ചു എന്നും അങ്ങനെ ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കാൻ എന്തിനെന്നെ തിരഞ്ഞെടുത്തു എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനതിനെ നിവർത്തിച്ചത് ദൈവം വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാനതിനെ സ്വീകരിച്ചു. അതിൽ പരാജയമില്ലാതെ ഞാനത് നിവർത്തിക്കുകയും ചെയ്തു. രണ്ടാമത് 1972 എൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചപ്പോൾ പോൾ വർഗീസ് അച്ഛൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പ്രഗത്ഭനായിരുന്ന
ഫാദർ ജോസഫ് വെണ്ട്രപ്പള്ളി അദ്ദേഹം അവധി എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്കൂളിൽ അധ്യാപകനായിരുന്നത് കൊണ്ട് അവധിയെടുത്താണ് വന്ന് സെർവ് ചെയ്തത്. തിരിച്ച് സ്കൂളിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം തിരിച്ച് സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് പോയി. തിരുമേനിക്ക് ഉണ്ടായിരുന്ന സഹായം ഇല്ലാതെയായ ഒരവസ്ഥയിൽ 1972 എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ അറിയാതെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ശമ്മാശൻ്റെ ശുശ്രൂഷ ആവശ്യമുണ്ട്, തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ സെമിനാരിയിലേക്ക് സ്പോൺസർ ചെയ്തത് തുമ്പമൺ ഭദ്രാസനത്തിൽ നിന്ന് ദാനിയേൽ മാർ പീലക്ഷ്യനോസ് തിരുമേനിയാണ്. കോഴ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അദ്ദേഹത്തിൻ്റെ അനുവാദവും എൻ്റെ പേരൻസിൻ്റെ അനുവാദവും ഉണ്ടെങ്കിൽ ഞാൻ തിരുമേനിയുടെ കൂടെ നിൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തിരുമേനി ടെലഫോണിൽ ദാനിയേൽ മാർ പീലക്ഷ്യനോസ് തിരുമേനിയുടെ പെർമിഷൻ വാങ്ങിച്ചു. തിരുമേനിയെ കാണാനും പേരൻസിനെ കണ്ട് അനുവാദം വാങ്ങിക്കാനും എന്നെ അദ്ദേഹം തന്നെ നിർബന്ധിച്ച് എന്നെ വീട്ടിലയച്ചു. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ അറിയാതെ, ഞാൻ ചിന്തിക്കാതെ എന്തിന് അദ്ദേഹം എന്നെ വിളിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തു എന്നതിന് ഉത്തരം കണ്ടുപിടിക്കുവാൻ എനിക്ക് സാധിച്ചത് ഒരേ ഒരു ഉത്തരം, ദൈവത്തിന് വിളിച്ചു എന്നും ദൈവത്തിൻ്റെ വിളിയുടെ ഭാഗമാണ് എന്നും ഞാൻ മനസ്സിലാക്കി. ശരിയാകാം, തെറ്റാകാം, എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, എൻ്റെ ബുദ്ധിപരമായിരിക്കുന്ന ശ്രേഷ്ഠത കൊണ്ടോ എൻ്റെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിലോ എന്നെ വിളിക്കുവാൻ ഞാൻ യോഗ്യനായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ, ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ ഒരു സേവന മനസ്ഥിതി, ഒരു ശുശ്രൂഷ മനോഭാവം എന്നിലുണ്ടായിരുന്നു. അത് ഇന്നുമുണ്ട്. അതിനെ ഗ്രിഗോറിയോസ് തിരുമേനി കണ്ടു, അറിഞ്ഞു, എന്നെ വിളിച്ചു. ഇങ്ങനെ 2 ഒക്കേഷൻസാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം. പൗരോഹിത്യ ജീവിതത്തിൽ വന്നപ്പോൾ 2 ഒക്കേഷൻസും ഞാൻ അറിയാതെ, പ്രതീക്ഷിക്കാതെ, ആഗ്രഹിക്കാതെ സംഭവിച്ചു. ഒന്ന്, ബോംബെ ഭദ്രാസനത്തിൽ നിന്ന് ദുബായ് ഇടവകയുടെ വികാരിയായി എന്നെ അയക്കുന്ന കാലം 1977 to 1980 ആണ് ഞാൻ ദുബായ് പള്ളിയിലെ വികാരിയായത്. അവിടെ ഇടവകയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അറിയാതെ ഒരു വലിയ പരാതി സഭയുടെ മേലധ്യക്ഷൻ, പരമാധ്യക്ഷൻ കാതോലിക്ക ബാവായിക്ക് അയക്കുകയും അത് സിനഡിൽ ചിന്താവിഷയമാകുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡ് ആർബിട്രേറ്ററായിട്ട് പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് അദ്ദേഹം ദുബായിലെത്തി അദ്ദേഹം നേരെ പൊതുയോഗം അനൗൺസ് ചെയ്ത് വിളിച്ചുകൂട്ടി. അത് ഒരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യതിചലിച്ചാകാം. ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന മക്കാരിയോസ് തിരുമേനിക്ക് മാത്രമാണ് പൊതുയോഗം അനൗൺസ് ചെയ്ത് അന്ന് തന്നെ പൊതുയോഗം കൂടാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നത്. പക്ഷെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഭദ്രാസന മെത്രാപ്പോലീത്ത അല്ലാതായിരിക്കെ അദ്ദേഹം അങ്ങനെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി. എന്നിട്ട് ഞാൻ അറിയാതെ അയക്കപ്പെട്ടു എന്ന് പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രത്യേക പൊതുയോഗത്തിൻ്റെ മിനിറ്റ്സ് അദ്ദേഹം വായിച്ചു.
പൊതുയോഗത്തിൻ്റെ മുമ്പിലാണ് വായിച്ചത്. ഓരോ വാചകം വായിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത് ശരിയാണോ, ഇത് ശരിയാണോ, ഇങ്ങനെ ചോദിച്ചു. അവസാനം റിപ്പോർട്ട് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. എല്ലാ കാര്യങ്ങളും ശരിയാണ്, സംഭവിച്ചതാണ് എന്ന് ജനങ്ങൾ സാക്ഷീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊന്നും ആവശ്യമില്ല, നമുക്ക് പൊതുയോഗം പര്യവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പൊതുയോഗം പര്യവസാനിപ്പിച്ചു. അദ്ദേഹം ദുബായ് പള്ളിയുടെ പാഴ്സനേജിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അബുദാബി പള്ളിയിലോട്ട് പോവുകയാണ്, നിങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, അതിന് എൻ്റെ ഒരു റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഞാൻ അബുദാബി പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞു. ദുബായിൽ പള്ളി വെച്ച് എഴുതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ഒരു വ്യാഖ്യാനം, ദുർവ്യാഖ്യാനം വന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ദുബായിൽ നിന്ന് നേരെ അബുദാബിയിൽ പോയിരുന്നിട്ട് കയ്യിൽ കിട്ടിയ കംപ്ലൈൻറ്റും പൊതുയോഗത്തിൻ്റെ റെസ്പോൺസും എഴുതപ്പെട്ട റിപ്പോർട്ടും എല്ലാം കൂടെ വെച്ചിട്ട് അദ്ദേഹം ഒരു ജഡ്ജ്മെൻ്റ് എഴുതി. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ, ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ ആഗ്രഹിക്കാതെ സംഭവിച്ച ഒരു അനുകൂല സംഭവമാണ്. അത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ദിവംഗതനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസും അങ്ങനെ ആശയപരമായി അവിടെ സമ്മേളിച്ചു, ഞങ്ങൾ സംസർഗം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1979 ഡൽഹി ഭദ്രാസനം രൂപപ്പെട്ടപ്പോൾ UAE-യിലുള്ള പള്ളികൾ ഡൽഹി ഭദ്രാസനത്തിന് നൽകിക്കൊണ്ട് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനമുണ്ടാക്കി. അങ്ങനെ 1979 ആരംഭിച്ച ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഭാഗമായി ദുബായ് സെൻറ് തോമസ് ഇടവകയോട് കൂടെ അതിൻ്റെ വികാരി എന്നുള്ള രീതിയിൽ ഞാനും ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഭാഗമായി. അടുത്ത ട്രാൻസ്ഫർ എനിക്ക് കിട്ടിയത് ഡൽഹി ഭദ്രാസനത്തിൽ നിന്നാണ്. ഞാൻ ദുബൈയിലേക്ക് പോയത് ബോംബെ ഭദ്രാസനത്തിൽ നിന്നാണ്. ഇങ്ങനെയാണ് ഞാൻ ഡൽഹി ഭദ്രാസനത്തിൽ എത്തിച്ചേരുവാനിടയായത്. അപ്പം ഈ പറയുന്ന 4 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയുടെ ഭാഗമായി ഞാൻ കണ്ടതല്ലാതെ, ആഗ്രഹിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല, ചിന്തിച്ചതും അപേക്ഷിച്ചതുമല്ല. അത് ദൈവവിളിയുടെ ഭാഗമായി. ഇതാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസും ഞാനുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെയാണ് ഞാൻ ഡൽഹി ഭദ്രാസനത്തിൽ 1979 എത്തിപ്പെട്ടത്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ തിരുമേനിൽ നിന്ന് നേതൃത്വ പാഠങ്ങളും ആത്മീയ പാഠങ്ങളും അനേകം അച്ഛൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെയും നമ്മളുമായിട്ട് അല്പമെങ്കിലും പങ്കുവെക്കാം. ദിവംഗതനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള ഏവങ്കേലിസ്തൻ സെൻറ് ജോൺ ആയിരുന്നു. സെൻറ് ജോണിൻ്റെ വേദം അദ്ദേഹം ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്നു. പഠിപ്പിക്കുമ്പോഴെല്ലാം സെൻറ് ജോണിൻ്റെ റെഫറൻസും സെൻറ് ജോണിൻ്റെ ആശയങ്ങളും പഠിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എൻ്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലും നിത്യതയെക്കുറിച്ചായിരുന്നാലും ജീവിതത്തെക്കുറിച്ചായിരുന്നാലും മരണത്തെക്കുറിച്ചായിരുന്നാലും
മരണാനന്തര സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നാലും ഞാനും ചിന്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സെൻറ്റ് ജോർജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന്, സഭാപിതാക്കന്മാരിൽ നിന്ന് അദ്ദേഹം പഠിക്കാൻ ഉപയോഗിച്ചത് കപ്പദോക്യൻ പിതാക്കന്മാരിൽ സെൻറ്റ് ബേസിൽ ഏറ്റവും മൂത്ത ആൾ, അദ്ദേഹത്തിൻ്റെ അനുജനാണ് സെൻറ്റ് ഗ്രിഗോറിയോസ്. അവർക്ക് രണ്ടുപേർക്കും ഒരു സഹോദരിയും കൂടി ഉണ്ടായിരുന്നു, സിസ്റ്റർ മക്രീന. ഈ സെൻറ്റ് ഗ്രിഗോറിയോസിൻ്റെ ടീച്ചിങ് ആണ് പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, പഠിപ്പിക്കലുകളിൽ, പ്രവർത്തന ശൈലികളിൽ ഒക്കെ ഈ സെൻറ്റ് ഗ്രിഗോറിയോസിൻ്റേതായിരിക്കുന്ന രീതികൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ വേദത്തിൽ നിന്ന് സെൻറ്റ് ജോണും പാരമ്പര്യത്തിൽ നിന്ന് സെൻറ്റ് ഗ്രിഗോറിയോസ് കഴിഞ്ഞാൽ പരമല തിരുമേനി, പാമ്പാടി തിരുമേനി, ഗീവർഗീസ് ദിദിയൻ ബാവ, പുലിക്കോട്ടിൽ തിരുമേനി, വട്ടശ്ശേരിൽ തിരുമേനി, ഇവരൊക്കെ മാർഗദർശികളായിരുന്നു, ഗുരുക്കന്മാരായിരുന്നു. അവരെ അനുകരിച്ചാണ് അദ്ദേഹം ഭദ്രാസനത്തിൽ ദൈവത്തിൻ്റെ സഭയാകുന്ന സഭയിലെ ജനങ്ങളെ ശുശ്രൂഷിച്ചത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ ആദ്യ മെത്രാപ്പൊലീത്ത ദിവംഗതനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിൻ്റെ സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഭദ്രാസനത്തെ വളർത്തിയ ശൈലിയെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ഭദ്രാസനം എന്ന് പറയുമ്പോൾ സഭയുടെ ഭദ്രാസനമാണ്. സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശരീരം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവാണ് അങ്ങനെ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ശാരീരിക കണ്ണുകൾ കൊണ്ട് കാണാവുന്ന കാര്യങ്ങളുണ്ട്, കാണുന്നില്ലാത്ത കാര്യങ്ങളുണ്ട്. കാണുന്നില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവൻ കണ്ണുകൊണ്ട് കാണാൻ മേല, മനസ്സ്, അതിൻ്റെ ചിന്തകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ആശയങ്ങൾ, ഇത് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. അതുപോലെ വേറെ ധാരാളം കാര്യങ്ങളുണ്ട്, കണ്ണുകൾ കൊണ്ട് കാണാവുന്നവയും കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലാത്തവയും. അദൃശ്യാവസ്ഥയിലായിരിക്കുന്ന ദൈവം അദൃശ്യാവസ്ഥയുടെ ആവാസ വ്യവസ്ഥിതി ഇതിനെക്കുറിച്ച് ഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചും സഭയുടെ ഭദ്രാസനമാകുന്ന ഡൽഹി ഭദ്രാസനത്തെക്കുറിച്ചും പ്രത്യേകാൽ ദിവംഗതനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിൻ്റെ ആശയങ്ങളെക്കുറിച്ചും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തിരുമേനി വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ ശ്രമിച്ച വിഷയങ്ങളിൽ പ്രധാനമാണ് നിത്യത എന്ന് പറയുന്ന സത്യം. നിത്യതയെ സംബന്ധിച്ച് ലോകത്തിലുള്ളത് കാണാം, ലോകത്തെ അറിയാം. പക്ഷെ ലോകത്തിൻ്റെ പിന്നിൽ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരിക കണ്ണുകൾക്ക് കാണാനാവുന്നില്ലാത്ത സത്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് പ്രൂഫ് നമ്മിൽ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവത്തിൻ്റെ അദൃശ്യ അവസ്ഥ, ആവാസ വ്യവസ്ഥിതി, പരിമിതികളില്ലാത്ത സജീവത്വമുള്ള ഊർജമുള്ള ജീവൻ,
ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവും. ആ ദൈവത്തെ കണ്ടെത്തിയെങ്കിലേ ദൈവത്തിൻ്റെ ശരീരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സഭ ദൃശ്യാവസ്ഥയിലുള്ള സംഘടനയല്ല. സഭയ്ക്ക് ദൈവം കൊടുത്ത രൂപമുണ്ട്, ദൈവത്തിൻ്റെ ഭാവങ്ങളുണ്ട്. ആ രൂപത്തെയും ഭാവത്തെയും തിരിച്ചറിയാതെ ലോകത്തിൽ കാണുന്ന സംഘടനയെപ്പോലെ സഭയെ കണ്ടാൽ ആശയങ്ങളും പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യസ്തതയുണ്ടാവും. അതുകൊണ്ട് നിത്യതയെക്കുറിച്ചും നിത്യതയിലുള്ള ശാരീരിക കണ്ണുകൾക്ക് കാണാനാവാത്ത ജീവൻ, മനസ്സ് മുതലായ സത്യങ്ങളുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാണെന്നും ദൈവം സത്യമാണെന്നും നമ്മെ വേദം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന ഒരു ഭാവമല്ല, സ്നേഹമെന്ന ആളത്വമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദൈവം സ്നേഹമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം നന്മ മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവവും ദൈവത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിയും നമ്മൾ തിരിച്ചറിയണം. അതിന് പരിശ്രമിക്കുന്നവർക്കും പരിശീലിക്കുന്നവർക്കുമേ അത് കണ്ടെത്താനാവും. പിതാക്കന്മാരൊക്കെ ധ്യാനിച്ചതും ചിന്തിച്ചതും പഠിച്ചതും എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിമല തിരുമേനിയെപ്പോലെയോ ദീർഘകാലം 39 വർഷത്തോളം സഭയെ നയിച്ച കാതോലിക്ക ബാവ, ഗീവർഗീസ് ദിദിയൻ ബാവയെ പോലെ ഉള്ളവർ അവരുടെ ജീവിതത്തിൻ്റെ സത്യം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്കിന്ന് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിത്യതയെക്കുറിച്ചും നിത്യതയിലെ ജീവൻ്റെ ഉറവിടമാകുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ചും പരിമിതികളിൽ കൂടി അതിർത്തികളുള്ള മനുഷ്യബുദ്ധിക്ക് ഗ്രഹിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടാൽ പോരാ, ചിന്തിച്ചാൽ പോരാ, പരിശീലിച്ച് കണ്ടെത്തേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ, സഭ അദൃശ്യനായിരിക്കുന്ന എന്നാൽ സജീവത്വമുള്ള ഊർജമുള്ള ദൈവത്തിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഡൽഹി ഭദ്രാസനം. അദൃശ്യാവസ്ഥയിലുള്ള ദൈവം സൃഷ്ടിച്ച മാലാഖമാരുടെ സമൂഹം. ആദ്യ മനുഷ്യരൊക്കെ മാലാഖമാരായിരുന്നു. ആ മാലാഖമാർക്കും ദൈവത്തിനും ഒരേ ഭാവമാണ്, ഒരേ ആവാസ വ്യവസ്ഥിതിയാണ്. എന്നാൽ മാലാഖമാരിൽ ഒരു വിഭാഗത്തിന് ദൈവീകത്വത്തിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തെ പോലെ ആകാൻ മാലാഖമാരിൽ ഒരു വിഭാഗം ചിന്തിച്ചു. അത് സ്വാർത്ഥതയാണ്. ഞാൻ, എൻ്റേത്, എനിക്കുള്ളത് എന്നുള്ള ഭാവമാണ്. അത് ഒരു നെഗറ്റീവ് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചതിൻ്റെ അനന്തരഫലമാണ്. ആ നെഗറ്റീവ് ട്രാൻസ്ഫർമേഷനെ ദുരന്ത രൂപാന്തരം എന്ന് ഞാൻ മലയാളത്തിൽ പറയട്ടെ. ആ ദുരന്ത രൂപാന്തരം സംഭവിച്ചപ്പോൾ ദൈവത്തിന് അനുസരണമായ ആവാസ വ്യവസ്ഥിതിക്ക് വ്യത്യാസമുണ്ടായി. ദൈവത്തോടു കൂടെയായിരുന്നവനെ എപ്പോഴാ ദൈവം പേര് ചൊല്ലി വിളിച്ചത്?
അവനെ കൂട്ടത്തിൽ കാണാതെ വന്നപ്പോഴാണ് ആദമേ ആദമേ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചത് എവിടെ നിന്ന്? അവിടെ കാടുകളുണ്ട്, നഗ്നതയുണ്ട്, ഒളിച്ചിരിക്കുന്ന പ്രവണതയുണ്ട്. ഇതെല്ലാം ദുരന്ത രൂപാന്തരത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. ചുരുക്കത്തിൽ പറയുമ്പോൾ സ്നേഹമാകുന്നു, സത്യമാകുന്നു, നന്മയാകുന്നു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭാവങ്ങൾ, അതിൽ നിന്ന് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഭാവം ഉണ്ടായപ്പോൾ ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയുണ്ടായി. ആ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് ഇന്നും നിത്യതയെയും സ്വർഗത്തെയും ലോകമാക്കി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നഗ്ന സത്യം ഈ 21-ാം നൂറ്റാണ്ടിലും ആദ്യ മനുഷ്യനിലുണ്ടായിരുന്ന ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഭാവം അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ അംശമായി മണ്ണുകൊണ്ടല്ല ജീവൻ കൊണ്ട് മൂക്കിൽ കൂടി പ്രവേശിപ്പിച്ച ദൈവത്തിൻ്റെ അംശമാകുന്ന ജീവൻ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തികൾ അവർ ദൈവത്തിൽ നിന്ന് സ്വാർത്ഥത നിമിത്തമായിട്ട് വേർപെട്ടു എന്നും ആ വേർപെടൽ കൊണ്ട് നിത്യതയുടെ ആവാസ വ്യവസ്ഥിതിക്ക് രൂപാന്തരം സംഭവിച്ച് അവൻ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിയിലേക്ക് വീണുപോയി എന്നുള്ളതാണ് മനുഷ്യനിലുണ്ടായ ദുരന്ത രൂപാന്തരം. അതിനെക്കുറിച്ച് ദുഃഖിച്ച ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് ആ ക്രിസ്തു ആകുന്ന ദൈവപുത്രൻ അവൻ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച് മനുഷ്യനെ പോലെ രൂപമെടുത്തു. ആ യേശു ക്രിസ്തു തിരികെ ദൈവിക ഭാവം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ രൂപാന്തരം സംഭവിക്കണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ട്രാൻസ്ഫർമേഷൻ, അതായത് ദുരന്ത രൂപാന്തരം, അതിനെ പോസിറ്റീവ് ആക്കണം എന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് തിരികെ ദൈവത്തിങ്കിലേക്ക് ചെല്ലണം, ദൈവത്തോട് സംയോജിക്കണം, ദൈവത്തോട് ഏകമാകണം. ഇതാണ് ക്രിസ്തീയമായിരിക്കുന്ന ധർമ്മം. അതിനുവേണ്ടിയാണ് ദൈവം ലോകത്തിൽ അവതരിച്ചത്. അവതരിച്ചിട്ട് ദൈവം എന്താ ചെയ്തത്? സഭ സ്ഥാപിച്ചു. ആത്മീയതയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന, ശാരീരിക കണ്ണുകൾക്ക് കാണാനാവാത്ത സഭ സ്ഥാപിച്ച് അതിന് യോഗ്യമായ രീതിയിൽ കൂദാശകളും സ്ഥാപിച്ചു. മാമോദീസ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, അതുപോലെയുള്ള മറ്റ് കൂദാശ കർമ്മങ്ങൾ സാമൂഹികമായിരിക്കുന്ന ഇടപെടലുകളല്ല, പ്രവർത്തനങ്ങളല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തെപ്പോലെ ആയിത്തീരുന്ന രൂപാന്തരത്തിൻ്റെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ ഉൾക്കൊള്ളാതെ ആചാര അനുഷ്ഠാനങ്ങളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയട്ടെ, അദൃശ്യാവസ്ഥയിലായിരുന്ന സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവം തന്നിൽ നിന്ന് വേർപെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഉപദേശിച്ചത് രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഗ്രിഗോറിയസ് തിരുമേനി കാലം ചെയ്യുമ്പോൾ ആ സമയത്ത് ഡൽഹി ഭദ്രാസനം, ഡൽഹിയുടെ വൈദികർ, അതുപോലെ തന്നെ ആ പള്ളികളുടെ ഉദ്ദേശം എങ്ങനെയാണ്
അവർ റിയാക്ട് ചെയ്തത്, റെസ്പോണ്ട് ചെയ്തത്, അതുപോലെ തന്നെ തിരുമേനിയുടെ 40-ാം ദിവസം അടിയന്തരം, ഈ സംഭവങ്ങളെയൊക്കെ ഒന്ന് റിക്കോൾ ചെയ്യാനായിട്ട് ഒന്ന് സാധിക്കും. ദിവംഗതനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് 1996 നവംബർ മാസം 24-ാം തീയതി കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വിശ്വാസികളുടെ സമൂഹമുണ്ടായിരുന്നു ഡൽഹിയിൽ. അവർ ഡൽഹി ഭദ്രാസനത്തിൻ്റെ സമ്പത്താണ്. തിരുമേനി എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി അവർ അനുസരിക്കുമായിരുന്നു. തിരുമേനിയുടെ ആശയങ്ങളെക്കുറിച്ച് അവർക്കൊരിക്കലും സംശയദൃഷ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവനാമത്തിൽ താൻ ശുശ്രൂഷിച്ച ജനം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ തിരുമേനിയോട് സഹകരിക്കാൻ തിരുമേനിയെ കൂടാതെ ഒരു ലീഡർ ആവശ്യമുണ്ടായിരുന്നില്ല. തിരുമേനി ഡൽഹിയിൽ കാലം ചെയ്യുമ്പോഴും കാലം ചെയ്യുന്നതിന് മുൻപും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ എന്നെ വിളിച്ചു വരുത്തുമായിരുന്നു. ഞാൻ പോയിരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കാലം ചെയ്തപ്പോൾ ജനങ്ങൾ മുഴുവനും അവരുടെ സ്വന്തം വീട്ടിലെ കാര്യം എന്ന രീതിയിൽ തിരുമേനിയുടെ മരണത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ വില്ലിൻ പ്രകാരം പഴയ സെമിനാരിയിൽ അടക്കത്തക്കവണ്ണം പഴയ സെമിനാരിയിലേക്ക് ഡൽഹിയിലേക്കുള്ള യാത്രയും അതെല്ലാം ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവരുടെ സഹായത്തോടുകൂടി നടത്തപ്പെട്ടു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എയ്റോപ്ലെയിനിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലെത്തിച്ചത്. ജനങ്ങളുടെയും ആത്മാർത്ഥതയും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹി സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയിലുണ്ടായിരുന്ന കെ കരുണാകരൻജി, അദ്ദേഹം അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 40-ാം അടിയന്തരം ഇടവക ജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് OCYM മെമ്പേഴ്സ്, അതായത് യുവജന സമാജ അംഗങ്ങൾ, എന്തിനും സന്നദ്ധരായി നിന്നവർ, ആഘോഷങ്ങൾ നടത്തുന്നതിനോ വരുന്ന ആയിരക്കണക്കിനുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോ 40-ാം അടിയന്തരം അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ നടത്തുന്നതിനോ വേണ്ട സാഹചര്യങ്ങൾ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി എന്നുള്ളതാണ്. ഇത് രണ്ടും തിരുമേനിയുടെ അന്ത്യയാത്രയും തിരുമേനിയുടെ 40-ാം അടിയന്തരവും ഒരു ലീഡർഷിപ്പിൻ്റെ പ്രവർത്തന സംഗതി ആയിരുന്നില്ല. അത് ജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രം ജനങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അതിന് ജനങ്ങളെ എന്നും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് അച്ഛ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏറ്റവും ഭംഗിയാവണ്ണം ഉത്തരം കൊടുക്കുവാനും അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ സമീപിക്കുവാനും ഒക്കെയും അച്ഛൻ ചെയ്തതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയോസിൻ്റെ ഓർമ്മ അത് ശ്രേഷ്ഠമായി തന്നെ നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.